തൃശൂർ പൂരാവേശത്തിന് തുടക്കം കുറിച്ച് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാൽ പന്തലിന് കാൽനാട്ടി. പാറമേക്കാവ് മേൽശാന്തി കാരേക്കാട് രാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഇത്തവണ 100 അടി ഉയരത്തിൽ 4 നിലകളിലായിട്ടാവും ക്ഷേത്ര മാതൃകയിൽ പന്തൽ ഒരുങ്ങുക. തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ കൊട്ടിക്കലാശം ഇന്നലെ നടന്നു കഴിഞ്ഞിരിക്കും. അന്നപ്പോൾ മറ്റൊരു പൂരത്തിന്റെ കാണാനിരിക്കുന്ന പൂരം, അതായത് തൃശ്ശൂർ പൂരത്തിന്റെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പന്തലിന്റെ കാൽനാട്ട് കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും അക്ഷമരായി ഈ ഒരു ആ പൂര നിമിഷങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇവരോട് എത്രത്തോളം ആവേശമുണ്ട് ഈ ഒരു ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നത്? ഇനി എന്നാണ് തൃശ്ശൂർ കാത്തിരിക്കുന്നത്? കഴിഞ്ഞ കൊല്ലത്തെ പൂരത്തിന് ശേഷം ഒരു കൊല്ലത്തെ കാത്തിരിപ്പാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പൂരം, പിന്നെ പൂരം, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കൊല്ലത്തെ കാത്തിരിപ്പും ഒരു കൊല്ലത്തിൻ്റെ പ്രയത്നത്തിൻ്റെയും പരിസമാപ്തിയാണ് തൃശ്ശൂർ പൂരം. ഈ പൂരമൊക്കെ വരുമ്പോഴത്തേന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് പൂരത്തിൻ്റെ സസ്പെൻസ്? അതാണ് ഈ പൂരത്തിൻ്റെ കാൽനാട്ട് കർമ്മമൊക്കെ കഴിഞ്ഞ ഈ സസ്പെൻസിനെ കുറിച്ചാണ് പ്രധാന. സസ്പെൻസ് സാധാരണ കുടകളിൽ, വെടിക്കെട്ടിൽ, അതിലേക്കാണ് സാധാരണ സസ്പെൻസുകൾ ഉണ്ടാവാറ്. അത് ഈ കുടമാറ്റത്തിൽ കാണാൻ കഴിയും. ഈ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള പല സംഭവങ്ങളും പൂരത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരാറുണ്ട്. ആനുകാലിക പ്രസക്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തവണയും അതുപോലത്തെ പലതും ഉണ്ടാവും. എന്തായാലും നമുക്കൊരു ആർപ്പോ വിളിച്ചിട്ട് ഈ ഒരു ആവേശമൊക്കെ ഇതാ വിളിച്ചു. എന്തായാലും എല്ലാ തൃശ്ശൂർ ജനത, കേരളം ഒന്നാകെ കാത്തിരിക്കുകയാണ് ഈ പൂരത്തിൻ്റെ നിമിഷങ്ങൾക്കായിട്ട്. എന്തായാലും തൃശ്ശൂർ ഒന്നാകെ ആ ഒരു പൂര ആവേശത്തിലേക്ക്, പൂരത്തിൻ്റെ വൈബിലേക്ക് കടക്കുകയാണ്. മണികൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.